സിനിമയുടെ വെളിച്ചത്തിലേക്കുള്ള സലീം കുമാറിന്റെ പ്രയാണത്തിലെ ആദ്യത്തെ നാഴികക്കല്ലായിരുന്നു മഹാരാജാസ്. വിദ്യാർത്ഥിയായിരിക്കെ യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിൽ തുടരെ സമ്മാനം നേടി. അതുവഴി കലാഭവനിലേക്കും അവിടെ നിന്ന് ചലച്ചിത്ര ലോകത്തേക്കും. സലീം കുമാറിന്റെ സിനിമാ സ്വപ്നങ്ങൾക്ക് അടിത്തറയിട്ടത് മഹാരാജാസ് ജീവിതമായിരുന്നു. ദാരിദ്ര്യത്തിനിടയിലും കലാകാരനായി പേരെടുത്ത സിനിമയിലെത്തുകയെന്ന ആഗ്രഹത്തോടെയാണ് പ്രീ ഡിഗ്രി കഴിഞ്ഞ് 6 വർഷത്തിനു ശേഷം ഡിഗ്രി പ്രവേശനം നേടിയത്. അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന സമയത്ത് പ്രിൻസിപ്പൽ പ്രൊഫസർ KN ഭരതനെ വീട്ടിലെത്തിക്കണ്ട് കലോത്സവത്തിൽ മിമിക്രിക്ക് 1ാം സ്ഥാനം നേടിത്തരാമെന്ന ഉറപ്പ് നൽകി. അങ്ങനെയാണ് ഈവനിംഗ് കോളേജിൽ പ്രവേശനം നേടിയത്. വാക്ക് പാലിച്ചുകൊണ്ട് യൂത്ത് ഫെസ്റ്റിവലിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. യൂണിയൻ ചെയർമാനും ഇന്നത്തെ പ്രശസ്ത സംവിധായകനുമായ അമൽ നീരദിന്റെ ഇടപെടലിലൂടെ ഡേ ബാച്ചിലേക്ക് മാറി. ട്രോഫികൾ വാരിക്കൂട്ടി മഹാരാജാസിന് കലാകിരീടം നേടിക്കൊടുത്ത സലീം കുമാറിനെ തേടി കൊച്ചിൻ കലാഭവനിലെ KS പ്രസാദ് എത്തി. അതോടെ വഴിത്തിരിവ്. തിരക്കായതോടെ കലാലയത്തോട് വിട പറഞ്ഞു. മലയാളം അധ്യാപകനായിരുന്ന CR ഓമനക്കുട്ടനുമായി സലീം കുമാറിന് അടുത്ത ആത്മബന്ധമായിരുന്നു. വിദ്യാർത്ഥികളുടെ തോളിൽ കൈയിട്ട് നടന്നിരുന്ന അദ്ദേഹം കലോത്സവങ്ങളിൽ പങ്കെടുക്കാൻ സലീം കുമാറിന് പിന്തുണ നൽകി. കലാലയത്തിൽ സലീമിന്റെ സാന്നിധ്യം നിലനിർത്താൻ അദ്ദേഹം കൂട്ടുനിന്നു. പ്രിൻസിപ്പലുമായി ചേർന്ന് അറ്റൻഡൻസ് തന്ത്രങ്ങൾക്ക് വഴിവിളക്കായതും ഈ സ്നേഹക്കൂടുതലായിരുന്നു. ക്യാമ്പസ് വിട്ട ശേഷവും ആ ബന്ധം തുടർന്നു. റാഗിംഗ് ഇല്ലാത്ത മഹാരാജാസിൽ ജനലിലൂടെ ചാടിവന്ന് പെൺകുട്ടികളെ കൊണ്ട് പാട്ട് പാടിക്കുന്നത് സലീം കുമാറിന്റെ വിനോദമായിരുന്നു. ഒരു കലോത്സവ കാലത്ത് അദ്ദേഹം ഇത്തരത്തിൽ പാട്ടുപാടാൻ ആവശ്യപ്പെട്ടു. എന്നാൽ സലീം കുമാറിനെ പേടിച്ചൊരു പെൺകുട്ടി മാത്രം പാടിയില്ല. സുനിത എന്ന ആ പെൺകുട്ടിയോട് അദ്ദേഹത്തിന് പ്രണയം തോന്നി. സുനിത സലീമിന്റെ ജീവിത സഖിയായി. അമ്മ കൗസല്യ കയറുപിരിച്ചാണ് സലീമിനെ വളർത്തിയത്. കൈകൊണ്ട് കയറുപിരിച്ച് അമ്മയുടെ കൈത്തലം പൊട്ടി ചോര വരുന്നത് കണ്ണീരോടെ നോക്കി നിന്ന കാലമുണ്ടായിരുന്നു സലീമിന്. പൗർണമി നിലാവുള്ള കുംഭമാസ രാവുകളിൽ കുട്ടി സലീമിനെ അമ്മ പൂർണ്ണ നഗ്നനാക്കി നിർത്തും. പിന്നെ 4ആയി മുറിച്ച ചേമ്പും ചേനയും കയ്യിൽ വെച്ചു കൊടുക്കും. ആ കൈകൾ മുകളിലേക്ക് ഉയർത്താൻ പറയും. ആ സമയം അമ്മ പ്രാർത്ഥിക്കും, പൂർണ്ണചന്ദ്രനെ പോലെ വിളയണേ. അതേക്കുറിച്ച് സലീം വലിയ ചിരിയോടെ പറഞ്ഞിരുന്നത് ഇങ്ങനെ: കുട്ടിയായിരിക്കുമ്പോൾ എല്ലാ കുംഭമാസത്തിലും എനിക്ക് തുണിയഴിക്കേണ്ടി വന്നിരുന്നു. ഒരിക്കൽ സലീം ഇങ്ങനെ പറഞ്ഞു: അച്ഛന് പകരം അമ്മയാണ് മരിച്ചതെങ്കിൽ ഞാനന്ന് ആത്മഹത്യ ചെയ്യുമായിരുന്നു. അമ്മയെക്കുറിച്ച് എന്റെ മനസ്സിലുള്ള രൂപം അമ്മ പശുവിന് പുല്ല് മുറിക്കുന്നതാണ്. പച്ച ബ്ലൗസും വെള്ളമുണ്ടുമായിരുന്നു അമ്മയുടെ വേഷം. കോളേജിലെത്തിയപ്പോൾ തനിക്കൊരു സിനിമ നടനാകണമെന്നാണ് ആഗ്രഹമെന്ന് സലീം അമ്മയോട് പറഞ്ഞു. മോനെ, അതൊക്കെ നല്ലതാണ്, പക്ഷെ നമുക്ക് പറ്റിയതല്ലെന്നും വലിയ വലിയ ആളുകൾക്ക് പറ്റിയതാണെന്നും പറഞ്ഞ് എപ്പോഴും അമ്മ സലീമിനെ നിരുത്സാഹപ്പെടുത്തി. സിനിമാ നടന്മാരെ കണ്ടിട്ടുള്ളതിനാൽ എന്റെ രൂപം അതിന് പറ്റിയതല്ലെന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നെന്ന് സലീം എപ്പോഴും ചിരിയോടെ പറഞ്ഞിരുന്നു. അമ്മയുടെ ഓർമ്മകളിൽ ജീവിച്ച ആ മകൻ ജന്മനാടായ പൂയപ്പള്ളിയിലെ കളരിക്കൽ ക്ഷേത്രത്തിന് പണിതു നൽകിയ സ്റ്റേജിന് അമ്മയുടെ പേരാണ് നൽകിയത്. കോമഡിയിലൂടെയും മിമിക്രിയിലൂടെയും മലയാള സിനിമയിലേക്ക് എത്തിയ പേരാണ് സലീം കുമാർ. 1990കളുടെ പകുതിയോടെ എത്തിയെങ്കിലും 2000 കൂടിയുള്ള സലീം കുമാറിന്റെ കഥാപാത്രങ്ങൾ മലയാളിയെ ഏറെ ചിരിപ്പിച്ചിരുന്നു. കോമഡി കഥാപാത്രത്തിന്റെ നിഴലിൽ നിന്നും മാറി വളരെ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളിലും സലീം കുമാർ പ്രതിഭ തെളിയിച്ചിരുന്നു. മലയാള സിനിമയിലെ സലീം കുമാറിന്റെ തഗ് ഡയലോഗുകൾ ട്രോളുകളിൽ ഇപ്പോഴും സജീവമാണ്. 1969 ഒക്ടോബർ 9 വടക്കൻ പറവൂരിലാണ് സലീം കുമാർ ജനിച്ചത്. കൊച്ചിൻ കലാഭവനിലും സാഗറിലുമെല്ലാം സജീവമായി മിമിക്രി അവതരിപ്പിച്ചു. ഉറ്റ സുഹൃത്തായ നാദൃഷയാണ് സലീം കുമാറിനെ സിനിമയിലേക്ക് കൈപിടിച്ചു കയറ്റിയത്. ഇഷ്ടമാണ് 100 വട്ടമായിരുന്നു ആദ്യ ചിത്രം. 2000 പുറത്തിറങ്ങിയ തെങ്കാശിപ്പട്ടണം സൂപ്പർ ഹിറ്റ് ആയതോടെ സലീം കുമാർ മലയാളിയുടെ മനസ്സിലും ഇരിപ്പുറപ്പിച്ചു. 300-ലേറെ സിനിമകളിൽ താരം നിറഞ്ഞു നിന്നു. കൂടാതെ കമ്പാർട്ട്മെന്റ്, കറുത്ത ജൂതൻ, ദൈവമേ കൈതൊഴാം, K. കുമാർ ആകണം എന്നീ സിനിമകൾ സംവിധാനം ചെയ്യുകയും ചെയ്തു. അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2005 മികച്ച 2ാമത്തെ നടനുള്ള സംസ്ഥാന പുരസ്കാരം സലീം കുമാറിനെ തേടിയെത്തിയിരുന്നു. ആദാമിന്റെ മകൻ അബുവിലൂടെ 2010 മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരവും അയാളും ഞാനും തമ്മിൽ എന്ന സിനിമയിലൂടെ 2013 മികച്ച ഹാസ്യ നടനുള്ള സംസ്ഥാന പുരസ്കാരം അടക്കമുള്ളവ സലീം കുമാർ നേടിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കരൾ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് താരം ആരോഗ്യപരമായ വെല്ലുവിളികൾ നേരിട്ടിരുന്നു. ലിവർ സിറോസിസ് ബാധിച്ചത് മദ്യപാനം കൊണ്ടല്ലെന്നും അത് പാരമ്പര്യമായി ലഭിച്ച അസുഖമാണെന്നും അദ്ദേഹം നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ കുടുകുടെ ചിരിപ്പിക്കുകയും ഗൗരവം നിറഞ്ഞ വേഷങ്ങളിലൂടെ കണ്ണീരണിയിക്കുകയും ചെയ്ത ഒരുപിടി കഥാപാത്രങ്ങൾ സമ്മാനിച്ച നടനാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.